ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടോ വന്നിരിക്കുന്നത്. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ ചേച്ചിയുടെ മോൾക്ക് ഒരു എക്സാം ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് സെൻറ്റർ കിട്ടിയിരിക്കുന്നത് തിരുവില്ലാമലയിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ചേച്ചീനെയും മോളെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ചേച്ചിയുടെ വീട് വന്നിട്ട് ആനന്ദപുരത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചേച്ചീനെയും അവളെയും കൂടി പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പൊന്നിക്കാണ് കേട്ടോ എക്സാം ഉള്ളത്. നമ്മൾ ഏകദേശം ഒരു 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇപ്പോൾ ഒക്കെ നല്ല വെളിച്ചമായി, നന്നായി വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഓവർബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ മഴക്കാരും ഉണ്ട്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്ന ഒരു ടൈമിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മളിങ്ങനെ ഒരു കാഴ്ച അധികം ഇങ്ങനെ കാണാറില്ല. ഈ സമയത്തൊന്നും അങ്ങനെ നമ്മൾ രാവിലെ പുറത്തേക്ക് അങ്ങനെ പോല് കുറവാണല്ലോ. ഇപ്പോൾ ഇത് നമ്മളെ തൃശ്ശൂർ 6 വരിപ്പാതയിലുള്ള നമ്മുടെ ദേശീയപാതയിൽ വരുന്ന ചുവന്നമണം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഒരു ആക്യുഡേറ്റാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ റീൽസിലൊക്കെ ഒരുപാട് കാണാറുണ്ട് അല്ലേ. പിന്നെ ഇപ്പോൾ നമ്മുടെ കുതിരാൻ ടണലെത്തി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. കുറേ കേട്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ ഇങ്ങനൊരു മല പോലെ ഇങ്ങനെ നിറയെ പാറക്കെട്ടുകളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ നമ്മൾ കുറേ ഇടത് ഫോറസ്റ്റ് പോലെയാണ് കേട്ടോ, തേക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പാടങ്ങളും കുറേ വീടുകളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പോകുന്ന റൂട്ടെല്ലാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ തിരുവില്ലാമല എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടേക്ക് എത്താറായിട്ട് കേട്ടോ. ഏതൊരു പാലാണ്, എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ തിരുവില്ലാമല നെഹ്റു കോളേജിൽ വെച്ചിട്ടാണ് കേട്ടോ അവിടെ അവൾക്ക് എക്സാം. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഗേറ്റ് ഇതല്ലായിരുന്നു. നമ്മളോട് എക്സാം നടക്കുന്നത് അപ്പുറത്തെ ഗേറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതാ അപ്പുറത്തെ ഗേറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ അപ്പുറത്തെ ഗേറ്റിലെത്തിയിട്ടുണ്ട്. വലിയൊരു കോളേജാണ് കേട്ടോ. നമ്മൾ നെഹ്റു കോളേജ് തിരുവല്ലാമല കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവൾക്കിപ്പോൾ എക്സാം ഇവിടെ ആയ കാരണം നമുക്ക് ഇവിടേക്ക് ഒന്ന് വരാനും കാണാനൊക്കെ സാധിച്ചു കേട്ടോ. അടിപൊളി കോളേജാണ് കേട്ടോ. ഒത്തിരി ഏരിയ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ അവിടുത്തെ ഗ്രൗണ്ടിലേക്ക്. അപ്പം എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് മേലെയാണ്, ഇവിടെ എല്ലാം ഇങ്ങനെ മലയാണ് കേട്ടോ. മല ഇടിച്ചിട്ട് എന്തോ കോളേജ് ഉണ്ടാക്കിയെന്ന് ഞാൻ തോന്നുന്നു. അപ്പം അവിടെ മുകളിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ, അവിടെയാണ് എക്സാം നടക്കുന്നത്. അപ്പം നമുക്ക് ഇത് മുഴുവൻ ചുറ്റിക്കറങ്ങി മേളിലേക്ക് എത്തിയിട്ട് വേണം. അപ്പം നമ്മളെല്ലാവരും കൂടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് മുകളിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ കടന്നിട്ട് വേണം നമുക്ക് ഈ റോട്ടിൽ കൊണ്ട് നടന്നിട്ട് വേണം നമുക്ക് മേളിലേക്ക് എത്താൻ. ഏട്ടനപ്പോൾ ഷോർട്ട് കട്ട് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പാറയുടെ മേലെ കൂടെയൊക്കെ കയറി ചാടി പോകുന്നുണ്ട്. എവിടേക്ക് എത്തുമെന്തോ നമുക്ക് നോക്കാം. നമ്മളെന്തായാലും അതിൽ കൂടെ കയറാൻ പോയില്ല. പിന്നെ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ ഇവിടെയെല്ലാം. അപ്പം നമ്മൾ അങ്ങനെ മേളിലെത്തിയിട്ടുണ്ട്, കയറ്റൊക്കെ കയറിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാറമടയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിനുള്ള ഗ്രില്ലൊക്കെ അടിച്ച് സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇവിടെ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് കേട്ടോ. ഫാർമസി, നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, അങ്ങനെ പലവിധം കോഴ്സുകളുണ്ട്. ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കഴിച്ചിട്ട് പോരാൻ ബുദ്ധിമുട്ടായതാണ് നമ്മൾ ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണമല്ലോ. കോളേജിൽ ഒത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചപ്പോൾ അവിടെ സ്ഥലമുണ്ട് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് ഇവിടെയൊന്ന് കഴിക്കാമെന്ന് ചോദിച്ചിട്ടോ. നല്ല ഭംഗിയുണ്ട് ഒരു സ്ഥലം, കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവൾക്ക് 9 മണിക്കായിരുന്നു എക്സാം. അവൾ എക്സാമിന് കയറി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ ഇരുന്ന് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ നമ്മൾ കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ കോളേജിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇരിക്കാനായിട്ടും. പിന്നെ വലിയ വലിയ മരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു അമ്പലം ഉണ്ടെന്ന് കേട്ടു, വില്വാദ്രിനാഥ ടെമ്പിൾ തിരുവില്ലാമല. നമുക്ക് ഈ കോളേജിൽ നിന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ് യാത്ര ഉള്ളൂ കേട്ടോ. തൊട്ടടുത്താണ്, നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പം നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഇവിടെ 2 ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളൊരു തമിഴ്നാട് ടച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളും ആളുകളെയൊക്കെ കാണുമ്പോൾ. അപ്പം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടി അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കവാടാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കൊരു പാലക്കാട് ബോർഡറാണ് വരുന്നത്.
ഇപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ കുറേ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണ് കേട്ടോ നമുക്ക് മേലേക്ക് പോകേണ്ടത്. അപ്പം നമ്മളിതാ അകത്തേക്ക് കയറുകയാണ്. ഇവിടുത്തെ ശ്രീരാമജയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ അധികം പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. രാമൻ, ലക്ഷ്മണൻ, പിന്നെ ഹനുമാൻ, ഗണപതി, അയ്യപ്പൻ, അങ്ങനെ കുറേ അധികം പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി എല്ലാം ചുറ്റി പ്രദക്ഷിണം വയ്ക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് ചിലപ്പോൾ ക്യാമറ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ല രസമാണ്. നമ്മൾ കയറി വഴിയല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടേക്ക് ഇതാ ഇങ്ങനെ വലിയൊരു അലമാരയുണ്ട്. ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത് എന്ത് ഭംഗിയാണെന്നോ കാണാൻ. നമുക്ക് അവിടെ അങ്ങനെ മലകളും ഒക്കെ കാണാം കേട്ടോ. നമ്മൾ പോകുന്ന വഴി കണ്ടാക്കിയാന്ന് തോന്നുന്നു അതെല്ലാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ. ഈ സ്റ്റെപ്സ് എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ഇവിടെ ഒരു അമ്പലം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കോവിൽ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം തൊഴുതിട്ട് തിരിച്ചിറങ്ങി. അപ്പുറത്ത് കാണുന്നത് സർപ്പക്കാവാണെന്ന് പറഞ്ഞു. നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നത് കണ്ടില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് പോകാൻ പോയില്ല കേട്ടോ. നമുക്കപ്പോൾ തിരിച്ച സ്റ്റെപ്പ് കയറാനായിട്ടുള്ളൊരു ത്രാണിയില്ലാത്ത കാരണം അമ്മയ്ക്കും കാലിന് വയ്യ. അപ്പോൾ നമുക്ക് അങ്ങനെ അത് കയറാണ്ട് നമ്മൾ ഇപ്പുറത്തേക്കൂടെ തന്നെ തിരിച്ച് ആദ്യം കയറിയ സ്ഥലത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾ കല്ലൊക്കെ ഇങ്ങനെ മേലെ മേലെ വയ്ക്കുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു ഇതൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ അത് നോക്കി നിന്നു എന്നല്ലാണ്ട് നമുക്ക് മനസ്സിലായില്ല എന്താ സംഭവം. അപ്പോൾ നമ്മളത് അമ്പലത്തിൽ നിന്ന് പോകുന്നു. അവളുടെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവളെയും വിളിച്ചിട്ട് തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല എന്നാണ് പറഞ്ഞത് എക്സാം. അപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് വെള്ളമൊന്നും അധികം ഇല്ല അല്ലേ. ഭാരതപ്പുഴ ആകെ വറ്റി കിടക്കുകയാണ്. അവിടെ എവിടെങ്ങളിലൊക്കെ ആയിട്ട് ആ വെള്ളമുള്ളൂ. നമുക്കപ്പോൾ ഈ റൂട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. എന്നാലും ഭാരതപ്പുഴ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പുറത്തേക്ക് ചുറ്റി പോയിട്ട് വേണം. അപ്പോൾ നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി നല്ല വിശപ്പായി എല്ലാവർക്കും. നല്ല ഉച്ച നേരമായിട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ആലിബാബ 41 ഡിഷസ് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. അപ്പോൾ അവിടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട്, രാവിലെ കഴിച്ചതല്ലേ. അപ്പോൾ നല്ല വൈബൊരു ഹോട്ടലാണ് കേട്ടോ. അടിപൊളിയായുണ്ട് കാണാനൊക്കെ, നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമ്മുടെ ഫുഡൊക്കെ വന്നത്. വെയിറ്റ് ചെയ്തിരുന്നിട്ട് നല്ല ഫുഡായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. നമ്മൾ ബിരിയാണിയും പിന്നെ തലശ്ശേരി ദം ബിരിയാണിയും പിന്നെ അൽഫാമുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ ഫുഡ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഫുഡ് വളരെ മോശമായിരുന്നു കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.